അല്ലെ നമ്മളൊരു സക്സസ്സിൽ എത്തി എന്നുള്ളത് എപ്പോഴാണ് മനസ്സിലാകുന്നത്? അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇത് തുടങ്ങിയ ശേഷം എപ്പോഴാണ് നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്ന് സ്വയം തോന്നുന്നത്? എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് ഉണ്ടായത് എൻ്റെ കസ്റ്റമേഴ്സ് പറയാൻ തുടങ്ങി മാർക്കറ്റിൽ, നിനക്കൊരു സാധനം സമയത്തിന് വേണോ ഹരിയെടുത്ത് പോകുന്നു പറയും. അതൊരു ഭയങ്കര കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ യു വിൽ ഗെറ്റ് ഇറ്റ്. ആ കമ്മിറ്റ്മെൻ്റ് ആണ് എൻ്റെ കോൺഫിഡൻസ്. പറഞ്ഞ വാക്ക് പറയാൻ സമയത്ത് എൻ്റെ ഒരു എംപ്ലോയി എൻ്റെ ഒരു കസ്റ്റമറോട് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഈ സാധനം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവൻ്റെ പ്രശ്നമാണ്, അവനെ കൺവിൻസ് ചെയ്യാന്നുള്ളത്. പക്ഷേ ആ കസ്റ്റമർ എന്നെ നേരിട്ട് വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അധോഗതിയാണ്. അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. അതെൻ്റെ തൊഴിലാണ്, അതെൻ്റെ പ്രതിബദ്ധതയാണ്, എൻ്റെ കമ്മിറ്റ്മെൻ്റാണ്, എൻ്റെ ക്രെഡിബിലിറ്റിയാണ്. അതാണ് എൻ്റെ മാർക്കറ്റിംഗ് ടൂൾ. അതാണ് വിജയത്തിൻ്റെ ഏറ്റവും. അതെ, അല്ലാതെ ഞാൻ വെരി എക്സ്പെൻസീവ് ഇൻ ദ മാർക്കറ്റ് കമ്പയർ ടു അതർ മൈ കോമ്പറ്റീറ്റേഴ്സ്. വെരി എക്സ്പെൻസീവ്. നല്ല കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ഇപ്പം. നല്ല കോമ്പറ്റീഷനാണ്, നല്ല കോമ്പറ്റീഷനാണ്. അപ്പം നമ്മൾ ഒത്തിരിയും അവരോട് ആർഗ്യൂ ചെയ്ത് കാശ് വാങ്ങിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഞാൻ ബെഗ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എൻ്റെ സെയിൽസ്മാനോട് പോയിട്ട്, യു പുട്ട് യുവർ റൈറ്റ് ഹാൻഡ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സിറ്റ് ലൈക്ക് ദിസ് ആൻഡ് ഡിമാൻഡ് ഓർഡർ. അവൻ തരും. അവന് നിൻ്റെ സർവീസ് വേറൊരിടത്തും കിട്ടില്ല, നിൻ്റെ ക്വാളിറ്റി വേറൊരിടത്തും കിട്ടുകയില്ല. പക്ഷേ അതിലെത്തിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് ടീമിൽപ്പെട്ട മെമ്പേഴ്സിന് ഉത്തരവാദിത്തമാണ്. അതാണ് എൻ്റെ സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. ഒരു ഇത് തുടങ്ങി ഇപ്പോൾ 10-11ഓളം സാധനങ്ങളായി, 2000-ഓളം ജീവനക്കാർ. അതെ അതെ. അത് സാധാരണ 2000 ജീവനക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു. 2000 ജീവനക്കാരെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 70 വയസ്സ് പ്രായമുള്ള ഞാൻ ഇനി ഒരു 20 കൊല്ലം കൂടെ ജീവിക്കാൻ വേണ്ടി എൻ്റെ ബോഡി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായില്ലേ? പ്രായം പറയാണ്ട് കണ്ടാ പറയത്തില്ല 70 എന്നുള്ളത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? ഞാൻ രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യണം, എൻ്റെ ശരീരക്രമം ഞാൻ പാലിക്കണം, എൻ്റെ ശരീരത്തിൽ ഏതൊക്കെ ആഹാരം പോകണമെന്ന് ഞാൻ നിയന്ത്രിക്കണം, എന്നിട്ട് വേണം ഞാൻ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ. എൻ്റെ ബോഡി കണ്ടിട്ട് വേണം ഇനിയും കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ അതിനുള്ള ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഇവനോട് കുറച്ചു കാലം കൂടെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീലിലോട്ട് നമ്മുടെ കസ്റ്റമർ നമ്മളെ എടുക്കുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. അതെ അതെ അതെ, ഓഫ് കോഴ്സ്. ഞാൻ എനിക്ക് വേണ്ടി ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എനിക്കോ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കേണ്ട ആളല്ല. ഇനി എൻ്റെ ആവശ്യം കഴിഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് കഴിക്കാനുള്ളത്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി മാന്യമായി കഴിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനപ്പുറത്തോട്ട് എനിക്ക് ആഗ്രഹമില്ല.